സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയ കൃഷ്ണ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട്. ഇപ്പോഴിതാ തന്റെ പ്രഗ്നൻസി റിവീൽ വീഡിയോ പങ്കിട്ടിരിക്കുകയാണ് താരപുത്രി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, യൂട്യൂബർ, ഓൺലൈൻ സംരംഭക എന്നീ നിലകളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന താരപുത്രിയാണ് ദിയ കൃഷ്ണ. എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴി പങ്കിട്ടാണ് ദിയ കാഴ്ചക്കാർക്ക് പ്രിയങ്കയായത്. ഈ അടുത്താണ് ദിയ വിവാഹിതയായത്. ഏറെ കാലമായി നല്ല സുഹൃത്തുക്കളായിരുന്ന അശ്വിൻ ഗണേശും ദിയയും പിന്നീട് പ്രണയത്തിലായി. ദിയയെ ഭാര്യയാക്കണമെന്നുള്ള ആഗ്രഹം അശ്വിൻ വെളിപ്പെടുത്തിയതോടെ ഇരുവരും പ്രണയകഥ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടു. വിവാഹം കഴിച്ചിട്ട് ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം മനോഹരമായ കുടുംബജീവിതമാണ് തന്റെ ലക്ഷ്യമെന്നും ചെറുപ്പം മുതൽ ആഗ്രഹം അങ്ങനെയാണെന്നുമൊക്കെ ദിയ മുൻപ് പലതവണ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയായ അഹാനയ്ക്ക് മുന്നേ ദിയ വിവാഹം ചെയ്തതും അതുകൊണ്ടാണ്. ഈ കഴിഞ്ഞ ദിവസം തങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ അതിഥി എത്താൻ പോകുന്നുവെന്ന സന്തോഷം ദിയ പങ്കുവച്ചു. താൻ 3 മാസം ഗർഭിണിയാണെന്ന് ദിയ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. ഒപ്പം 3-ാം മാസം സ്കാനിങ് ചെയ്തതിന്റെ ചിത്രങ്ങളും ദിയ പങ്കിട്ടിരുന്നു. താരപുത്രിയുടെ കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള വ്ളോഗുകളും ഫോട്ടോകളും കണ്ടപ്പോൾ തന്നെ ആരാധകർ പ്രഗ്നൻസി പ്രവചിച്ചിരുന്നു. എന്നാൽ ഒന്നിനോടും ദിയ പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോഴിതാ താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴുള്ള റിയാക്ഷനും ഗർഭിണിയായ ശേഷമുള്ള 3 മാസത്തെ വിശേഷങ്ങളും വ്ളോഗായി പങ്കിട്ടിരിക്കുകയാണ് ദിയ. വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും വേഗം കുഞ്ഞിനെ വേണമെന്ന് തങ്ങൾ ഉറപ്പിച്ചിരുന്നുവെന്നും എന്നാൽ ആദ്യത്തെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നുവെന്നും ദിയ പറയുന്നു. കുട്ടിക്കാലം മുതൽ എനിക്ക് കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ്. കെട്ടിക്കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ അശ്വിനോട് പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന്. അശ്വിനും അതിന് റെഡിയായിരുന്നു. ലിയാനെ കണ്ട ശേഷം അച്ഛനാകാൻ അശ്വിനും കൊതിച്ചിരിക്കുകയായിരുന്നു. ഒരു കുഞ്ഞിനെ ഇത്രയും വേഗം വേണമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തി. ആദ്യമൊന്നും പോസിറ്റീവായി സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങി. നിനക്കായിരിക്കില്ല, എനിക്കായിരിക്കും പ്രശ്നമെന്നാണ് അശ്വിൻ ആ സമയത്ത് പറഞ്ഞത്. ആശുപത്രിയിൽ പോകാൻ വരെ തീരുമാനിച്ചിരുന്നു. 1 മാസം കൂടി നോക്കാം, ശേഷം ആശുപത്രിയിൽ പോകാമെന്ന് തീരുമാനിച്ചു. വിവാഹം കഴിഞ്ഞ 2-ാം മാസമായിരുന്നു അത്. പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ് വാങ്ങിയത് കയ്യിലുണ്ടായിരുന്നു. അതിൽ 6 എണ്ണം പലപ്പോഴായി ഉപയോഗിച്ചു. പക്ഷെ എല്ലാം നെഗറ്റീവ് റിസൾട്ടാണ് കാണിച്ചത്. അതിലൊന്ന് അവശേഷിച്ചിരുന്നു. പീരിയഡ് ഡേറ്റ് കഴിഞ്ഞതിനാലും ശരീരത്തിന് വേദനയും അസ്വസ്ഥതകളും അനുഭവപ്പെട്ടത് കൊണ്ടും ഞാൻ വെറുതെ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കി. പെട്ടെന്ന് 2 പിങ്ക് ലൈൻ വന്നു. ആകെ കൺഫ്യൂഷനായി. അശ്വിനും റിസൾട്ട് കണ്ട് കണ്ണും തള്ളി നിന്നു. പ്രഗ്നൻസി ഉറപ്പിക്കാമോ ഇല്ലയോ, റിസൾട്ട് വിശ്വസിക്കാമോ, മിസ്റ്റേക്ക് ആകുമോ എന്നൊക്കെ സംശയമായി. അതിനാൽ വീണ്ടും 2-3 സ്ട്രിപ്പ് കൂടി വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോഴും 2 ലൈൻ വന്നു. ശേഷം ഞാൻ ഒന്നുകൂടി ഉറപ്പിക്കാൻ എൻ്റെ കസിനായി തൻവിയെ വിളിച്ചു. അവൾക്ക് കുഞ്ഞുള്ളതിനാൽ ഇതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ കഴിയുമല്ലോ. അവളെ കാണിച്ചപ്പോഴും പ്രഗ്നൻസി കൺഫേം ആണ്, കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞു. തൻവിയെ വിളിക്കും മുമ്പ് പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റിന്റെ പ്രശ്നമാണോ അല്ലയോ എന്ന് നോക്കാനായി അശ്വിൻ്റെ യൂറിനെ ഞാൻ സ്ട്രിപ്പ് ഒഴിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. എന്നാൽ റിസൾട്ട് നെഗറ്റീവാണ്. അപ്പോഴാണ് എനിക്ക് സ്ട്രിപ്പിന്റെ കുഴപ്പമല്ല, പ്രഗ്നന്റ് ആണ് ഞാൻ എന്ന് തോന്നി തുടങ്ങിയത്, ദിയ പറയുന്നു. തന്റെ ശരീരഭാരവും കൂടിയിരുന്നു എന്നാണ് ദിയ പറഞ്ഞത്. പ്രഗ്നൻസി കൺഫേം ആയപ്പോൾ ഒരു രക്ഷയുമില്ലാത്ത ഫീലായിരുന്നു എന്ന് അശ്വിനും കൂട്ടിച്ചേർത്തു. ടെസ്റ്റിനായി വിധേയായപ്പോൾ സൂചി പായുന്ന ദിയ കരയുന്ന രംഗങ്ങളും ബ്ലോഗിലുണ്ട്. അശ്വിനും അമ്മ സിന്ധുവുമാണ് ടെസ്റ്റ്, സ്കാനിങ് അടക്കം എല്ലാ കാര്യങ്ങൾക്കും ദിയക്കൊപ്പം പിന്തുണയായി ഉണ്ടായിരുന്നത്. മരുന്ന്, ട്രിപ്പ്, ഛർദി എന്നിവയെല്ലാം അടങ്ങിയതായിരുന്നു തന്റെ ആദ്യ 3 മാസമെന്നും ദിയ വീഡിയോയിൽ പറഞ്ഞു. ബ്ലോഗ് വീഡിയോ വൈറലായതോടെ പ്രഗ്നൻസി റിവീൽ ചെയ്തപ്പോഴുള്ള അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരിമാരുടെയും റിയാക്ഷൻ വീഡിയോ ഇടണമെന്നും താരപുത്രിയോട് ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട്.